വീട്ടിൽ ബറക്കത്തുണ്ടാകുക, സമാധാനം ഉണ്ടാകുക, സ്വസ്ഥത ഉണ്ടാകുക, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതിയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ വീടുകൾ അതിന് നേരെ വിപരീതമായിരിക്കും അല്ലേ. സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒരു റാഹത്തും ഇല്ലാത്ത ചില കാരണങ്ങളുണ്ട്. നമ്മൾ തന്നെ ചെയ്യുന്ന ചില കാരണങ്ങൾ. നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഗതിയാണ് ബറക്കത്ത്. പക്ഷേ നമ്മൾ പലപ്പോഴും അശ്രദ്ധമാക്കി കളയുന്നത് കൊണ്ടാണ് നമ്മുടെ വീടുകളിൽ വഴക്കും വയ്യാവിയിലേക്ക് ഉണ്ടായി വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ നമുക്ക് നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, എന്നാൽ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്ത സംഗതിയാണ്. പക്ഷേ നമ്മൾ ചെയ്യാൻ പലപ്പോഴും മറന്നുപോകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ചെയ്യാൻ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി കേൾക്കുക. വീട്ടിൽ ബറക്കത്തുണ്ടാകാനുള്ള സംഗതികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ബറക്കത്ത് കിട്ടുപോകുന്ന സംഗതികളെ ഒഴിവാക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. റാഹത്തല്ല, എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ്, സമാധാനമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. നമ്മുടെ വീടുകളൊക്കെ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാകണം, വലിയ സ്വസ്ഥതയുടെ റാഹത്തിൻ്റെ കേന്ദ്രങ്ങളാകണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള സൽക്കർമ്മങ്ങളൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ചെയ്യുന്ന പല സംഗതികളും ഫ്ലോപ്പായി പോകുന്നു എന്നാ അല്ലേ. അതായത് ചെയ്യുന്നതിന് ഒരു ഫലം കിട്ടുന്നില്ല, നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ഉണ്ടാകുന്നില്ല എന്ന് പലപ്പോഴും സങ്കടം കേൾക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം. വളരെ സിമ്പിളായി ചെയ്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ. ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകൾ വലിയ സമാധാനത്തിന് കേന്ദ്രങ്ങളാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ മഹത്തായി ഒന്നാമതായി എണ്ണി പറഞ്ഞത്, എപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടേ കടക്കാൻ പാടുള്ളൂ. ബിസ്മില്ലാഹ് എന്ന് പറയാതെ നമ്മുടെ വീടുകളിലേക്ക് കടക്കാനേ പാടില്ല. എപ്പോൾ പുറത്ത് പോയിട്ട് അകത്തേക്ക് കയറുമ്പോഴും ബിസ്മില്ലാ ഇല്ല. ഇപ്പോൾ ഇനി അത് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്, മിറ്റടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്, എന്നിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. ആ വാതിൽപ്പടിയിൽ കാല് വെക്കുന്ന സമയത്ത് ബിസ്മില്ലാന്ന് ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, അകത്തേക്ക് കയറാം. ആ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാവില്ല എന്ന സ്വസ്ഥതയും റാഹത്തും വരും. രണ്ടാമതായി പറയുന്നുണ്ട് എന്ത്, കുടുംബത്തോടൊപ്പം ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇന്ന് നമ്മുടെ തീന്മേശകളൊക്കെ കാലിയായിരിക്കുകയാണ്. വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ വന്നിരുന്ന ഗസ്റ്റുകൾക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു ഏരിയയായി ഇന്നത്തെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ മാറി അല്ലേ. ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാവരും കഴിക്കുമ്പോൾ അതിന് നിലത്തിരുന്ന് കഴിക്കുന്നവരാണെങ്കിലും ഒന്നിച്ചിരുന്ന് എല്ലാവരുടെ ഭക്ഷണം കഴിക്കുക. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ചേർന്നിരുന്നിട്ട് കഴിയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, അതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന്. അങ്ങനെ ഒന്നിച്ചിരുന്ന് കൂട്ടമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിലും ബർക്കത്തുണ്ടാകും, കഴിക്കുന്ന വീട്ടുകാരിലും ബർക്കത്തുണ്ടാകും, ആ വീട്ടിലും ബർക്കത്തുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം. വീട്ടിൽ ബർക്കത്തുണ്ടാകാനുള്ള രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യമാണ് വീട് ശുദ്ധിയായി സൂക്ഷിക്കുക എന്നുള്ളത്. എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. മാലിന്യം കൂടിക്കിടക്കുന്നിടത്ത് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന. മാലിന്യം, കച്ചറ കൂടിക്കിടക്കുന്ന സ്ഥലത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല, നഷ്ടപ്പെട്ടു പോകും. ഇനി എത്ര വലിയ കൊട്ടാരമാണ് എന്ന് പറഞ്ഞാലും ശരി, വീട് വൃത്തിയില്ലാതെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. വഴക്കും വയ്യാവേലിയും മാത്രമല്ല, രോഗങ്ങളും ഉണ്ടാകുന്ന അവിടെ. ഷെയ്ത്താൻ പാർക്കും, കച്ചറകളുണ്ടാവും വീട്ടിൽ. ഇനി നാലാമതായി കാണാം, ഫജ്ർ നിസ്കാരത്തിന് ശേഷം ഉറങ്ങാതിരിക്കുക എന്നുള്ളത്. സുബഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ഉറങ്ങുന്ന വീടുകൾ, അങ്ങനെ ഉറങ്ങുന്ന ആളുകളുള്ള വീടുകളാണെങ്കിൽ ആ വീട്ടിൽ സ്വസ്ഥത നഷ്ടപ്പെടും, ആ വീട്ടിലെ സമാധാനം പോകും, ആ വീട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസീബത്തുകൾ ഇറക്കാൻ കാരണമായി തീരും. ഏത്, സുബഹി നിസ്കരിച്ച ഉടനെ കിടന്നുറങ്ങാം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നുറങ്ങി, അതിന് കുറ്റമൊന്നുമില്ല. അല്ലെ സുബഹിക്ക് മുമ്പ് ഉറങ്ങി, അതും വിഷയമല്ല. സുബഹി നിസ്കാരത്തിന് ശേഷം അല്ലെ സുബഹിയുടെ ആ സമയമായതിനു ശേഷം കിടന്നുറങ്ങുക, സൂര്യൻ ഉദിക്കുന്നവരെ. അത്തരത്തിൽ ഉറങ്ങുന്ന വീടുകളിൽ സ്വസ്ഥത നഷ്ടപ്പെടും എന്ന്, സമാധാനക്കേടുണ്ടാകും, ബറക്കത്ത് കേടുണ്ടാകും എന്ന് എന്ത് ചെയ്യുക, മഹത്തുക്കൾ പഠിപ്പിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം. അതുപോലെ തന്നെ ഇനി കാണാം എന്ത് ചെയ്യുക, അഞ്ചാമതായി ഗീബത്തും നമീമത്തും പറയപ്പെടുന്ന ആളുകളുള്ള വീടുകളാണെങ്കിൽ അവിടുത്തെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഗീബത്തും നമീമത്തും ഒഴിവാക്കുക. ഗീബത്തും നമീമത്തും പറയുന്ന, കള്ളം പറയുന്ന വീടുകൾ, ആളുകളുള്ള വീടുകൾ ബറക്കത്ത് കെട്ട വീടുകളായിരിക്കും. ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല, ഒരു ബറക്കത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീടുകൾ എന്ത് ചെയ്യുക, വീട്ടിൽ ജീവിക്കുന്ന ആളുകൾ സൂക്ഷിക്കുക. ബറക്കത്ത് കെട്ടുപോയുള്ള കുഴപ്പമെന്ന് അറിയും, നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ദാമ്പത്യ മേഖലകളിൽ, അതുപോലെ തന്നെ സാമൂഹിക മേഖലകളിലൊക്കെ അത് ബാധിക്കും, വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. ഇനിയും കാണാം,
മാതാപിതാക്കളെ ബഹുമാനിക്കാം. നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ, മുതിർന്നവർ, അവരോട് ബഹുമാനം കാണിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുന്നത്. ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട സംഗതികളാണ്. അതാ ഞാൻ പറഞ്ഞത്, വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്ത നമുക്ക് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന ചില സംഗതികൾ കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകുന്നത്. അല്ലാതെ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പടുത്തുണ്ടാക്കുക, അവിടെ ബർക്കത്തുണ്ടാകും, അങ്ങനെയൊന്നുമില്ല. മറിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ നിസ്സാരമായ സംഗതികളെ കൊണ്ട് വലിയ ബർക്കത്ത് നമ്മുടെ വീട്ടിലുണ്ടാകും. ബർക്കത്തുണ്ടാകുക എന്ന് പറയുന്നത് എന്താ, കുറേ സമ്പത്ത് കൂടുക എന്നാണോ, അല്ലെങ്കിൽ കുറേ എന്ത് ചെയ്യുക, ബിൽഡിങ് കെട്ടിയുണ്ടാക്കുക എന്നാണോ? അല്ല, മറിച്ച് ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിന് സക്കീനത്ത് ഉണ്ടാകുക എന്നാണ്. അതായത് ഒരു സമാധാനം, വീട്ടിലേക്ക് കയറി വരുമ്പോൾ റാഹത്ത് വരിക. അതാണ്. ചില ആളുകളുണ്ട് പുറത്തുനിന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പ്രഷർ കുക്കറിൽ കയറി മാതിരി ഒരു സമാധാനം ഉണ്ടാവില്ല. അവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാലാണ് അവർക്ക് എന്തൊരു ഫ്രീഡം, ഒരു റാഹത്ത് കിട്ടുക. അങ്ങനെ ആകാൻ പാടില്ല. വീട് എന്നുള്ളത് സമാധാനത്തിൻ്റെ കേന്ദ്രമാകണം. ഇനി അതുപോലെ തന്നെ അധികമായി ദുആ ചെയ്യുക. വീട്ടിനുള്ളിൽ എന്ത് ചെയ്യാം, അധികമായി ദുആ ചെയ്യുക. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഉമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, അധികമായി പ്രാർത്ഥന നടത്തുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ സക്കീനത്ത് ഉണ്ടാവും, സമാധാനം ഉണ്ടാവുമെന്ന. ഇനി ഇതുപോലെ തന്നെ കാണാൻ കഴിയും, മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണെന്ത്, അള്ളാഹുവിൻ്റെ ദിക്റുകൾ അധികമായി ചൊല്ലുന്ന വീടാക്കുക. അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഇഷ്ടംപോലെ ചൊല്ലുന്ന വീട്. എന്തായിട്ട്, തസ്ബീഹാകട്ടെ, തക്ബീറാകട്ടെ, തഹ്മീദാകട്ടെ, തഹ്ലീലുകളാകട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇനി സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന വീടാകട്ടെ. ഈ ദിക്റുകൾ ഇങ്ങനെ അധികരിപ്പിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ റഹ്മത്തും ബറക്കത്തും ഇറക്കിത്തരും. ഇനി 7-ാമതായി കാണാം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുന്ന വീടുകൾ. കുറഞ്ഞത് 100 തവണയെങ്കിലും നമ്മുടെ വീടുകളിൽ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് ചെയ്തു തരും. ഖുർആൻ പാരായണം അധികരിപ്പിക്കാം. അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ബിസ്മി ചൊല്ലി കയറണമെന്ന്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. നമ്മൾ ആ വീട്ടിൽ നിന്നും അകത്തേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ ചൊല്ലി കയറുന്നതിൽ പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ഈ പറച്ചിൽ കൊണ്ട് എന്താ ഗുണമെന്ന് അറിയാം. ഇപ്പോൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാ ചൊല്ലി കയറുമ്പോൾ അതിൻ്റെ ബർക്കത്ത് നമുക്കറിയാം, വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞൊരു ഗുണം. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് ചൊല്ലിയാൽ വീട്ടിലെന്താ ഗുണം? നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഷെറുകൾ, ഇടങ്ങേറുകൾ, മുസീബത്തുകൾ, എന്തെങ്കിലുമൊക്കെ ശൈത്താൻ, പിശാചുകളൊക്കെ നമ്മുടെ കൂടെ കൂടാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും നമ്മളിലേക്ക് അടുപ്പിക്കാതെ നമുക്ക് പോയ പോലെ പ്രൊട്ടക്ഷനിൽ തിരിച്ചു വരാൻ കഴിയും. തവക്കൽതു അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. നമ്മളിനി ആരോടും വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ള പരാതി പറയേണ്ടി വരില്ല. സാമ്പത്തിക ഞെരുക്കങ്ങൾ നീങ്ങിക്കിട്ടാൻ, അതുപോലെ തന്നെ കടബാധ്യതകൾ മാറി റാഹത്തും സന്തോഷവും ലഭിക്കാൻ, സ്വസ്ഥത ലഭിക്കാൻ, രോഗങ്ങളിൽ നിന്ന് ശമനം കിട്ടാനും ഒക്കെ കാരണമായി തീരുന്ന മഹത്തായ ചില എളുപ്പ വഴികളാണ് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തന്നത്. അള്ളാഹു നമ്മുടെ വീടുകളൊക്കെ സക്കീനത്തിൻ്റെ ഭവനങ്ങളാക്കി തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. സ്വസ്ഥതയില്ലാതെ കഴിയുന്ന ആളുകളുണ്ട്, സമാധാനമില്ലാതെ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ റാഹത്ത് കിട്ടിയാൽ നമുക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവനും കണ്ടവർ ഇൻഷാ അല്ലാഹ് കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.